മോള് തിരിച്ച് ധ്യാനം നന്നായി റോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. മോള് റോസ്റ്റ് ചെയ്യല്ല. ഇപ്പൊ ലാസ്റ്റ് സിംഗപ്പൂരിൽ നിന്ന് വന്ന സമയത്തുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പുതിയ പരിപാടിയാണ്. അപ്പൊ എന്നോട് സിംഗപ്പൂരിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എന്നെ കണ്ട ഉടനെ തന്നെ വന്നിട്ട് വന്നേ ഇങ്ങനെ കൈ തന്നിട്ട് ഇങ്ങനെ കൈ തരാൻ വന്നപ്പോ ഇങ്ങനെ ഞാൻ ആയിക്കളഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം, ഒരു പുതിയ സാധനം ട്രിക്കാന്ന്. അങ്ങനെ ഇപ്പൊ എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു അതെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇങ്ങനെ കൈ തരാൻ വരുമ്പോ ഇങ്ങനെ നമ്മൾ അടുത്ത ആള് വരട്ടെ. കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇത് നമുക്ക് അത് പറയണ്ടേ, റോസ്റ്റ് ചെയ്യാനൊന്നും നമ്മളെ ആളല്ല. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്നാലും ഒരു പുറത്തു പറയാത്ത ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് 3.5 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ അറിയാം. 3.5 വർഷം കഴിഞ്ഞിട്ട് 3.5 വർഷം കഴിഞ്ഞിട്ട് ഇവരറിയുന്നത്. അതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ഇവര് വരിക. മതി പഠിത്തമൊക്കെ മതി, പെട്ടിയും കിടക്കെ എടുത്തിട്ട് വന്നോ, ഇനി എറണാകുളത്തേക്ക് പോവാന്നുള്ള രീതിയിൽ എന്നെ ചെന്നൈയിൽ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിക്കുന്നത്, VIT എന്ന് പറഞ്ഞ കോളേജിൽ. അപ്പൊ ഈ യാത്ര തുടങ്ങി എന്നെ, കാരണം പുള്ളി ദേഷ്യം പിടിച്ചിരിക്കുക. കാരണം 4 വർഷത്തിനിടയിൽ 6 മാസമേ കോളേജിൽ പോയിട്ടുള്ളൂ. അതറിഞ്ഞ് കോളേജുകാർ നാറ്റിച്ച് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കോളേജുകാർ നാറ്റിച്ച് വിട്ടിരിക്കുക. അതിന്റെ ദേഷ്യത്തില് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, അച്ഛനും അമ്മയും ബാക്കിലിരിക്കുന്നു. ഒരു ഉച്ച സമയം ഭക്ഷണം കഴിക്കണമല്ലോ. സേലമൊക്കെ എത്തിയപ്പോൾ ചെന്നൈ നിന്ന് പുറപ്പെട്ടാണ് വെല്ലൂരിൽ നിന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ തമിഴ്നാട് ബിരിയാണി ഇതൊക്കെ ഭയങ്കര കാര്യമാണ്, അപ്പോൾ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ സമയത്ത് ബിരിയാണി പറയണ്ട ഏത് അവിടെ ഹോട്ടലിൽ, കാരണം കോളേജിൽ തോറ്റി സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരു അമ്മ പറഞ്ഞൊരു മീൽസ്, അച്ഛൻ പറഞ്ഞൊരു മീൽസ്, ഞാൻ മാത്രം ചിക്കൻ ബിരിയാണി എന്ന് പറയാനിരുന്നപ്പോ ഞാൻ പറഞ്ഞു മീൽസ്. അപ്പൊ അമ്മ ചോദിച്ചു മീൻ എന്തെങ്കിലും വേണം. അപ്പൊ ഭയങ്കര ഇതായിട്ടാണ് ചോദിക്കുന്ന പോലും, മീൻ എന്തെങ്കിലും വേണോ അമ്മ ചോദിച്ചു. ചിക്കൻ എന്തെങ്കിലും, ഒരു ചിക്കൻ കറിയും അമ്മ ഒരു മീനും പറഞ്ഞു. ഈ ഒരു ചിക്കൻ കറിയേ ഉള്ളൂ എനിക്കും അച്ഛനും കൂടെ. 4 പീസുള്ള ചിക്കൻ കറിയിൽ 4-5 പീസുള്ള ചിക്കൻ കറിയിൽ ആദ്യത്തെ ചിക്കൻ പീസ് ഞാൻ എടുക്കും, 2 പീസ് എടുക്കുന്നു, 3ാമത്തെ പീസ് ഞാൻ എടുക്കുന്നു, 4ാമത്തെ പീസ് അച്ഛൻ എടുക്കുന്നു, 5ാമത്തെ പീസ് ചിക്കൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ വരുമ്പോഴേക്ക് അച്ഛൻ എന്നെ നോക്കിയിട്ട് ഒറ്റ തട്ടി. ഇത് നടന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂ? എനിക്ക് ഒട്ടും വിശ്വാസം പോരാ. അങ്ങനെ അത് 3-2 അത് അവസാനിച്ചത്. എന്നുവെച്ചാ 3 ചിക്കൻ പീസ് അച്ഛനും 2 പീസ് എനിക്ക്. കഴിച്ചാ മതി. അതായിരുന്നു അന്നത്തെ. കാരണം ഇത് അതിനകത്ത് 3ാമത്തെ പീസ് ഇട്ടതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അങ്ങനെ നീ അങ്ങനെ തിന്ന് നന്നാവണ്ടല്ലേ. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അതിനകത്ത്.